ഹല്ലേലൂയ. യേശു പറഞ്ഞു, എൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. അത് വിശ്വസിക്കുക. എൻ്റെ അടിപ്പിണരിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? വിശ്വസിക്കാം. അവിടെ യേശു പരിശുദ്ധാത്മാവിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. ഇത് വിശ്വാസത്തിൽ അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. ഒരു സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം? സാധ്യതയുണ്ട്. എൻ്റെ ദൈവം വഴി തുറക്കും. എൻ്റെ ദൈവത്തിന് സാധ്യതയുണ്ട്. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും കഴിവിലും ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. തുറക്കുമോ? തുറക്കുന്നേ. യെശയ്യാ 45:2, നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും. എല്ലാ വഴിയും അവൻ തുറക്കുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ കൊണ്ട് വചനം കൊണ്ട് വിശ്വസിക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. ഈ വചനഭാഗത്ത് നമ്മൾ കണ്ട ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉറച്ചു വിശ്വസിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ? 18-ാം വചനം, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരിക്കുമ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു ഫാമിലി, ശാന്തി അല്ലേ? ശാന്തി എന്ന് പറയുന്നൊരു സഹോദരിയും ഭർത്താവും, അവർ 10 വർഷം മുൻപ് പാമ്പാടി ഗുഡ് ന്യൂസിൽ നമ്മുടെ ധ്യാനം കൂടിയതാണ്. ശാന്തി ഭർത്താവ് ധ്യാനം കൂടിയിട്ടുണ്ട്. ഏതാനും മാസം മുമ്പ്, എനിക്ക് കഴിഞ്ഞ 5-6 മാസം മുമ്പ് ഇവിടെ ധ്യാനം കൂടിയായിരുന്നു. ശാന്തി അവരിങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് ഇടിച്ച് ഓട്ടോ തകർന്ന് ഈ ശാന്തിയുടെ കാല് കംപ്ലീറ്റ് ഒടിഞ്ഞ് തകർന്നു പോയി. മാരകമായി പരിക്ക് പറ്റി മെഡിക്കലിലൊക്കെ ആയിരുന്നു. കാലിൽ 7 ഓപ്പറേഷൻ മറ്റും നടത്തി. എന്നിട്ടും കാല് ശരിയായില്ല. 4 ഇഞ്ച് കാലിന് നീളം കുറഞ്ഞുപോയി. തൊലിയേല ഈ കാല് തൂങ്ങിക്കിടന്നു. അതായിരുന്നു കാലിൻ്റെ അവസ്ഥ. 7 ഓപ്പറേഷൻ ചെയ്തിട്ടും കാല് കൂടിച്ചേരുന്നുമില്ല. ഈ അവസ്ഥയിൽ നമ്മുടെ ധ്യാനത്തിന് അന്ന് പാമ്പാടി ഗുഡ് ന്യൂസ് കൊണ്ടുവന്ന അന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ശാന്തിയെ തൊട്ടു. കഴിഞ്ഞ മാസം ഇവിടെ അവർ ധ്യാനിക്കണമെന്ന് സാക്ഷ്യം പറഞ്ഞ, അതിനുമുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് അവർ കർത്താവ് തൊട്ട് അത്ഭുതമായ സൗഖ്യം നൽകി. ഒരു ധ്യാനം കൂടി ആ മുറിവൊക്കെ ഉണങ്ങി, അസ്ഥികൾ കൂടിച്ചേർന്നു. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അസ്ഥികൾ കൂടിച്ചേർന്നിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പക്ഷേ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. അതിൻ്റെ അന്ന് അവർ പറഞ്ഞത് അതിൻ്റെ പിറ്റേ മാസം വീണ്ടും അന്ന് പാമ്പാടി ഗുഡ് ന്യൂസിൽ ധ്യാനിക്കാൻ വന്നു. 4 ഇഞ്ച് കാലിന് നീളക്കുറവാണ്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ അവർ താഴെ തറ വീണു കിടന്നിട്ട് കാലിങ്ങനെ വിറച്ച് ആ കാല് അങ്ങോട്ട് നീളം വയ്ക്കുക. മറ്റേ കാലിൻ്റെ ഒപ്പം നീളം വെച്ചു. 4 ഇഞ്ച് കാലിൻ്റെ അസ്ഥി വളർന്ന് കാല് ഒപ്പമായിട്ട് മാറി. കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനം കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരപറ്റി കാണിച്ചേ. കഴിഞ്ഞ മാസം ധ്യാനം കൂടി ഇവിടെ ഉണ്ട്. സാക്ഷ്യം കേട്ടതല്ലേ? അങ്ങനെ ശാന്തിയെ കർത്താവ് അന്ന് തൊട്ടതാണ്. ഹസ്ബൻഡ് അവർ വീണ്ടും ധ്യാനിക്കാൻ വന്ന് നന്ദി പറയാൻ വന്ന ഏതാനും മാസം മുമ്പ് ഹസ്ബൻഡിൻ്റെ ഹാർട്ടിന് ബ്ലോക്ക്, ബൈപ്പാസ്, ഇത് അവരെ കാണാം, സ്ക്രീനെ കാണാം. ഹസ്ബൻഡിനെ ബൈപ്പാസ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. വന്ന് ധ്യാനം കൂടി, കർത്താവ് തൊട്ടു, ബൈപ്പാസ് മാറിപ്പോയി, ബൈപ്പാസ് വേണ്ട. കഴിഞ്ഞ മാസം വന്ന് നന്ദി പറഞ്ഞിട്ട് പോയി. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോഴും സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും സാധ്യത ഇല്ലാതിരിക്കുമ്പോഴും നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ അനന്ത സാധ്യതകളുണ്ട്, അനന്തമായ വഴികളുണ്ട്. ഇല്ലേ?
നമ്മുടെ മുമ്പിൽ ഒരു വഴിയില്ലാതിരിക്കുമ്പോഴും നമ്മുടെ ദൈവത്തിന് മുമ്പിൽ വഴിയുണ്ടോ? പറയുക, ഉണ്ട്. നമ്മുടെ ദൈവം വലിയവനാ. ദൈവത്തിന് മുമ്പിൽ 100 കണക്കിന് വഴികളുണ്ട്. ആ വഴി അവനും തുറന്നാൽ മതി. വഴി തുറക്കാൻ എന്താ വഴി? നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവ് വഴി തുറക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനത്തിലേക്ക് വരികയാണ്. അപ്പോൾ 2 പോയിന്റായി. വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലെങ്കിലും പ്രതീക്ഷയോടെ വിശ്വസിക്കുക. 100 വയസ്സായ 19-ാം വചനം, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. അടുത്ത പോയിന്റ് അത് 20-ാമത്തെ വചനം. അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലപ്പെട്ടില്ല. അബ്രാഹാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. കാര്യം എന്താ? അബ്രാഹാം തൻ്റെ ശരീരത്തേക്ക് നോക്കിയപ്പോൾ ശരീരത്തിൻ്റെ സ്ഥിതി എന്താ? 100 വയസ്സായി ചുക്കിച്ചുളിഞ്ഞ ശരീരം. ആണോ? ആണോ? സാറേ നോക്കിയപ്പോൾ കണ്ണിലൂടെ കണ്ണുനീര് വന്നു. പാവം, വയസ്സ് 90 വയസ്സായി. രണ്ടുപേരുടെ സ്ഥിതി അതാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ? മാനുഷികമായിട്ട് ഇല്ല. പക്ഷേ അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലമായില്ല. അത് നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ചിന്തകൾ, നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന കേൾവികൾ നമ്മൾ ഒഴിവാക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിന്. നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന കേൾവികൾ, വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ വാഗൊണ്ട് വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യം പറയരുത്. ഉറച്ചു നിൽക്കണം. സാധ്യതയില്ലെങ്കിലും നമ്മൾ പറയും, യേശുവിൻ്റെ കൂടെയുണ്ട്, കാര്യം നടക്കും. യേശുവിൻ്റെ കൂടെയുണ്ട്, സൗഖ്യം കിട്ടും. യേശുവിൻ്റെ കൂടെയുണ്ട്, അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസം. അപ്പം നിങ്ങളുടെ വിശ്വാസം ദുർബലപ്പെടരുത്. മറ്റുള്ളവർ പറയും, എന്തിനാ ധ്യാനത്തിന് പോയിട്ട്? ധ്യാനം കൂടിയ ക്യാൻസർ മാറുമോ? ധ്യാനം കൂടിയ നടുവേന പോവോ? ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്നേ. കുറേ ധ്യാന ഗുരുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ എന്നോട് ചേട്ടൻ പറഞ്ഞല്ലേ, സാബു അറുതുട്ടിയൊക്കെ മെഡിക്കൽ കോളേജിൽ കൊണ്ടിരുത്തിയാൽ മതിയല്ലോ, വരുന്നവരെ പ്രാർത്ഥിച്ചു വിട്ടാൽ മൊത്തം ഹീലിംഗ് ആവുകയില്ലേ? കളിയാക്കിയതാ കേട്ടോ. ബൈബിളിൽ എവിടെയെങ്കിലും ഈശോ മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലോ പോയി രോഗികളെ സുഖപ്പെടുത്തിയായിട്ട് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? പറയുക. ഇല്ല. യേശുവിന് അതിനൊന്നും നേരമില്ലായിരുന്നു. യേശു എപ്പോഴാണ് സൗഖ്യം കൊടുത്തത്? എപ്പോഴാണ് സൗഖ്യം കൊടുത്തേ? ലൂക്കാ സുവിശേഷം എടുത്തു, 6-ാം അധ്യായം 6:17-19 വചനങ്ങൾ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രമിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ. ഉണ്ടോ? 2 കാര്യങ്ങൾ. വചനം ശ്രമിക്കുന്നതിനും പിന്നെന്തിനു വേണ്ടിയാ? രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ വചനം കേൾക്കുവാനും രോഗശാന്തി നേടുവാനായിട്ട് വന്നു. വചനം കേൾക്കാൻ വന്നവർക്ക് അവൻ സൗഖ്യം കൊടുത്തത്. മെഡിക്കൽ കോളേജിലും ഡിസ്പെൻസറിയിലൊന്നും പോയി യേശു ക്രിസ്തു സൗഖ്യം കൊടുത്തില്ല. അവൻ്റെ വചനം കേൾക്കാൻ വന്നവർക്ക് അവൻ സൗഖ്യം കൊടുത്തത്. ആണോ? ആണോ? അതെ. ഇന്നും യേശു അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇന്നും യേശു അങ്ങനെ അവൻ്റെ വചനം കേൾക്കാൻ വരുന്നവർക്ക് അവൻ സൗഖ്യം കൊടുക്കും. അവൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ജനം സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലപ്പെട്ടില്ല. പുറമേ നിന്ന് ആളുകൾ പറയും, എന്തിനാ ഈ ധ്യാനത്തിന് പോന്ന്? ഈ 4 ദിവസം വേസ്റ്റ് അല്ലേ? വല്ല കാര്യമുണ്ട്? ധ്യാനത്തിന് പോയ കാര്യമില്ല നടക്കുമോ? ആ സമയത്ത് വേറെ വല്ല കാര്യം. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. പറയുന്നത് കത്തോലിക്കർ തന്നെയാണ് പറയുന്നത്. എത്രയോ വർഷമായി കരിസ്മാറ്റിക്
ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ കേരളത്തിൽ 10, 35, 40 വർഷമായി. ഇതുവരെ ഒരു ധ്യാനം പോലും താമസിച്ചുകൂടാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരു കൺവെൻഷൻ നടന്നാൽ പോലും കൺവെൻഷന് പോകാത്ത മനുഷ്യരുണ്ട്. അവർക്ക് വചനം കേൾക്കാൻ താല്പര്യമില്ല. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുറേ കാര്യങ്ങളിലുള്ള ജീവിതമാണ്. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാനും പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ വചനം കേൾക്കണം. വചനമാണ് സൗഖ്യം നൽകുന്നത്. ഇവിടെ നിന്നുള്ള വചനത്തെക്കുറിച്ച് നാളെ ഞാൻ പങ്കുവയ്ക്കാം. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ട് പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്ന സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിയാമെന്നിട്ടും അബ്രാഹാമിൻ്റെ വിശ്വാസം ദുർബലപ്പെട്ടില്ല. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മൾ ഭക്ഷിക്കരുത്, നമ്മൾ വിഴുങ്ങരുത്. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കരുത്, റിജക്റ്റ് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം. ഹല്ലേലൂയ. കേൾവിയിലൂടെ പിന്നെ വായനയിലൂടെ ഒക്കെ അല്ലേ എന്തൊക്കെയാണ് വിശ്വാസത്തിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അതിന് ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ചെവി കൊടുക്കരുത്. അങ്ങനെ ചെവി കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിശ്വാസത്തിൽ ദുർബലപ്പെടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ശക്തി പ്രാപിക്കണം. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അബ്രാഹാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ ശക്തി, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസം ഒരു ശക്തിയാകട്ടോ. ഫെയ്ത്ത് ഈസ് പവർ. വിശ്വാസം ഒരു ശക്തിയാണ്. പ്രയർ ഈസ് പവർ. പ്രാർത്ഥന ഒരു ശക്തിയാണ്. പ്രാർത്ഥനയുടെ ദൈവശക്തി. വിശ്വാസം ഒരു ശക്തിയാണ്. അത് വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളുണ്ടാണ്. ഇവിടെ പറയുക, നമ്മൾ കേട്ട ഈ വചനം ഇതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. പറഞ്ഞേ, വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അബ്രാഹത്തിന് 100 വയസ്സ്, ശരീരമൊക്കെ ചുക്കിച്ചുളഞ്ഞ് വൃദ്ധനായ മനുഷ്യൻ, മൃതപ്രായനായ മനുഷ്യൻ. ഇവിടെ വചനം പറയുന്നു സാറ 90 വയസ്സുണ്ട്. അപ്പോൾ സാറായുടെ ഗർഭപാത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? എന്തായിരിക്കും? ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞുണ്ടാകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗർഭപാത്രത്തിൽ അവസാനിച്ചു. വരണ്ട് ഉണങ്ങിയ ഒരു ഗർഭപാത്രം. ശരിയല്ലേ? 90 വയസ്സുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വരണ്ട് ഉണങ്ങിയ ഒരു ഗർഭപാത്രം. എല്ലാം തീർന്നു. ഒരു സാധ്യതയില്ല, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. ഇനി സാറായെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹെബ്രായ ലേഖനം 11:11. ഹെബ്രായ ലേഖനം 11:11. 11-ാമത്തെ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്, സാറ വിശ്വാസത്താൽ ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. സാറ പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു. പ്രായം കവിഞ്ഞു, പ്രായമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും വിശ്വാസത്താൽ സാറ ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. സാറ ഈ വരണ്ടുണങ്ങിയ ഗർഭപാത്രം, ഒരു കുഞ്ഞ് പിറക്കാൻ എങ്ങനെയാണ് അവിടെ ആ ഗർഭപാത്രം ഒരു 16 വയസ്സ് അല്ലെ 18 വയസ്സുകാരുടെ ഗർഭപാത്രം പോലെ എങ്ങനെ രൂപപ്പെട്ടത്? വരണ്ടുണങ്ങിയ ഗർഭപാത്രം എങ്ങനെ മാറിയത്? അതാണിത്. വിശ്വാസം മൂലം സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു. അതായത് സാറ വിശ്വസിച്ചു, ഹൃദയത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു സാധ്യതയില്ല, വിശ്വസിച്ചു. അപ്പോൾ ഇത് സംഭവിച്ചു. സാറായുടെ ഗർഭപാത്രത്തിൽ ദൈവത്തിൻ്റെ ശക്തി ചലിക്കാൻ തുടങ്ങി. വരണ്ടുണങ്ങിയ ഗർഭപാത്രം 18 അല്ല 20 വയസ്സായിട്ട് ഗർഭപാത്രം പോലെ രൂപാന്തരപ്പെട്ടു. ആ ഗർഭപാത്രത്തിൽ കുഞ്ഞു പിറക്കാനുള്ളതെല്ലാം അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ അബ്രാഹത്തിന് സാറായിൽ ഇസ്ഹാക്ക് എന്ന മകൻ ജനിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ മുഴുവൻ വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് മാത്രം, വിശ്വാസത്തിലൂടെ മാത്രമേ
അനുഗ്രഹം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. വിശ്വാസം, വിശ്വാസം, വിശ്വാസം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.